ഓൾ, ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിൽ നിന്ന് സൗത്ത് കൊറിയ മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കാണ്. ഇന്നലത്തെ മെമ്മറി സ്റ്റോക്കുകളിലുണ്ടായിട്ടുള്ള മാസീവ് സെൽ ഓഫ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ അമേരിക്കയിലും അതുപോലെ തന്നെ ഏഷ്യയിലൊക്കെ യൂറോപ്പിലൊക്കെ ചിപ്പ് റിലേറ്റഡ് അല്ലെങ്കിൽ മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അമേരിക്കയിൽ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ വളരെ കുറവാണ്. സ്പേസ് എക്സ് ഒരവസരത്തിൽ $147.1 പെർ ഷെയർ വരെ താഴെ പോയതിനു ശേഷം 156.06 ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ബെറ്ററാണ്, ആമസോൺ ബെറ്ററാണ്. അതോടൊപ്പം തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിനം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് ലിസ്റ്റിംഗ് നടത്തിയത്. ഹണിവെല്ലിൻ്റെ സബ്സിഡിയറിയും കൂടിയാണ് ക്വാണ്ടിനം. ഒപ്പം ന്യൂക്ലിയർ റിലേറ്റഡ് രംഗത്തും അമേരിക്കൻ ഗവൺമെൻറ് വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവാണ്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്മോഡിറ്റികളിലും നല്ല സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. ഗോൾഡ് ഒരു അവസരത്തിൽ $467.8 പെർ ഔൺസ് വരെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ $482 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമ്മോഡിറ്റികളും വീക്കാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $US അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇനി നമ്മൾ എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് 7 ഡിഫൻസ് ക്ലസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് സെക്ടറിൽ വലിയ രീതിയിലുള്ള എക്സ്പോർട്സ് ഫിഗേഴ്സൊക്കെയാണ് ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്കും ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് ഡബിൾ ചെയ്യും എക്സ്പോർട്സ്. ആംസ് ആൻഡ് അമ്യൂണിഷൻസ് എക്സ്പോർട്സ്, ഡിഫൻസ് എക്സ്പോർട്സ് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ HPCLൻ്റെ രാജസ്ഥാൻ റിഫൈനറി കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പോസിറ്റീവ് ന്യൂസാണ്. IRFC 2% ഓഫർ ഫോർ സെയിൽസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26.1 കോടി ഷെയർസാണ്. ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ള $91 പെർ ഷെയർ ആണ്. രാശി പെരിഫറൽസ് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. GRSC ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. 40 കോടി രൂപ ഓർഡറാണ്. GRSനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വിപ്രോ അമേരിക്കയിലത്തെ പാല ആൾട്ടോ നെറ്റ്വർക്കായിട്ട് ടൈപ്പിലെത്തിയിട്ടുണ്ട്. സൈബർ ഡിഫൻസ് സൊല്യൂഷന് വേണ്ടിയിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്. തീർച്ചയായിട്ടും വിപ്രോനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വേദാന്ത റിസോഴ്സസിൻ്റെ അണ്ടറിലാണ് അമേരിക്കയിൽ കോപ്പർടെക് മെറ്റൽസ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ കമ്പനിയുടെ IPO ഓപ്പൺ ആവുകയാണ്. തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഈ IPO ഓപ്പണായി സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ കോപ്പർടെക് മെറ്റൽസ് ഇൻകോർപ്പറേഷൻ്റെ വാല്യുവേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് $3.57 ബില്യൺ ആണ്. കൊങ്കോള കോപ്പർ മൈൻസ് ആണ് അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ് കോപ്പർടെക് മെറ്റൽസ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ വേദാന്തയുടെ ഒരു കമ്പനി US ലിസ്റ്റിംഗ് വരികയാണ്. വേദാന്തനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. മാമ എർത്ത് ഹൊണാസ കൺസ്യൂമർ 58% ഒരു ന്യൂട്രസ്യൂട്ടിക്കൽ കമ്പനിയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനീനെ ഫുള്ളായിട്ട് അക്വയർ ചെയ്യാണ്. 5 മുതൽ 7 വർഷത്തിനുള്ളിൽ ഇപ്പോൾ 58% അക്വയർ ചെയ്തിരിക്കുന്നത്. ഹൊണാസനെ സംബന്ധിച്ച് മാമ എർത്തിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇൻഫോസിസിൻ്റെ AGMൽ നന്ദൻ നിലകേനി പറഞ്ഞിരിക്കുന്നത് 2030 ആകുമ്പോഴേക്കും $300 ബില്യൺ to $400 ബില്യൺ വരെയുള്ള AI പ്രൊജക്റ്റുകളാണ്. AI ബിസിനസ്സാണ്, റവന്യൂ ആണ്. ഇൻഫോസിസിന് ഓപ്പർച്യൂണിറ്റി ഉള്ള എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ സർവീസസ് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. AI അഡോപ്ഷന് വേണ്ടിയുള്ള സൊല്യൂഷൻസ് ഇത്തരത്തിൽ ഇൻഫോസിസും TCSും വിപ്രോ ഒക്കെ നൽകാനുള്ള സാധ്യതകളുണ്ട്. മുമ്പ് തന്നെ നമ്മളിത് ഹിൻഡ് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഏവിയൻസ് ബയോമെഡിക്കൽസ് 385.32 ടൈംസാണ് തിങ്കളാഴ്ച ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നത്. അദ്വിത് ജുവൽസ് ഇന്നലെ ഓപ്പൺ ചെയ്തൊരു IPO ആണ്. ആദ്യത്തെ ദിവസം 11.3 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ വരാം. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു മെയിൻ ബോർഡ് IPO ആണ്. അതോടൊപ്പം തന്നെ ഇന്നൊരു IPO മെയിൻ ബോർഡിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. CSM ടെക്നോളജീസ് ആണ്. 130
രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നാളെ NSE SMEയിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു IPO ഉണ്ട്. നല്ലൊരു IPO ആണ്. IC ഇലക്ട്രിക്കൽസ് കമ്പനി ലിമിറ്റഡ് ആണ്. പവർ സെക്ടർ രംഗത്തുള്ള ഒരു കമ്പനിയാണോ, നല്ല ഓർഡർ ബുക്കുള്ളൊരു കമ്പനിയാണ്, നല്ല പെർഫോമൻസ് ആണ്. 1200 ലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത് 99 രൂപയാണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു SME IPO ആണ്. NSE SMEയിലാണ്. IC ഇലക്ട്രിക്കൽസ് കമ്പനി ലിമിറ്റഡ്. 2400 ഷെയറാണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ അപ്ലൈ ചെയ്യേണ്ടി വരിക. 1200 ലോട്ട്. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് IC ഇലക്ട്രിക്കൽസ് കമ്പനി ലിമിറ്റഡ്. നാളെ NSEയിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഗോദാവരി പവർ ആൻഡ് ഡിസ്പാറ്റ് അവരുടെ ഒരു 6.91 മെഗാവാട്ട് ക്ലീൻ എനർജി പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ, ചൈനയിലെ എഡ്യൂക്കേഷൻ സെക്ടർ വലിയ മാറ്റങ്ങളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 12,200 ഡിഗ്രി പ്രോഗ്രാംസ് അവർ അബോളിഷ് ചെയ്തിരിക്കുകയാണ്. അതിന് പകരം 10,200 പുതിയ ഡിഗ്രി പ്രോഗ്രാംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ ഡിഗ്രി പ്രോഗ്രാംസ് എല്ലാം തന്നെ AI, റോബോട്ടിക്സ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്, ക്വാണ്ടം ടെക്നോളജീസ്, അതോടൊപ്പം തന്നെ എംബോഡിഡ് ഇൻ്റലിജൻസ്, ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകളാണ് ചൈന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ആർട്സ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജസ്, ജനറൽ മാനേജ്മെൻറ്റ്, ഈ സെഗ്മെൻറ്റിലുള്ള കോഴ്സുകളെല്ലാം തന്നെ ചൈന വിഡ്രോ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. 1985 ചൈന ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ റിഫോം കൊണ്ടുവന്നിരുന്നു. അവരൊരു വൊക്കേഷണൽ എഡ്യൂക്കേഷനാണെന്ന് പ്രാധാന്യം നൽകിയിരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ന് ചൈനയിൽ കാണുന്നത്. ചൈനീസ് സ്കൂളുകളിൽ നിന്നാണ് ചൈനയിലെ എഞ്ചിനീയേഴ്സിനും ടെക്നീഷ്യൻസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1991 ഇന്ത്യയുടെയും ചൈനയുടെയും GDP ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ഇന്ന് ഇന്ത്യയുടെ GDP $4.1 ട്രില്യൺ ചൈനീസ് GDP $19 ട്രില്യൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ രംഗത്തായിട്ടുള്ള റിഫോംസ് തന്നെയാണ് ചൈനയെ ഇത്തരത്തിലുള്ള വലിയ മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ഡിസിഷൻ തന്നെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. പുതിയ കോഴ്സുകൾ വരുന്ന മുഴുവൻ AI, റോബോട്ടിക്സ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്, ക്വാണ്ടം ടെക്നോളജീസ്, എംബോഡിഡ് ഇൻ്റലിജൻസ്, ഈ റിലേറ്റഡ് രംഗത്താണ്. അതോടൊപ്പം തന്നെ 6ാമത്തെ വയസ്സ് മുതൽ തന്നെ അൽഗോരിതമിക് നോളജ്, അതുപോലെ തന്നെ റീഡിങ്, കമ്പൽസറി ആയിട്ട് റീഡിങ് വേണമെന്നുള്ളൊരു കമ്പൽഷനും കൂടിയുണ്ട്. ഒപ്പം മാത്തമാറ്റിക്സ്, അരിതമെറ്റിക്സ് ഒക്കെ വലിയ രീതിയിൽ പഠിപ്പിക്കുകയാണ് ചൈനയിൽ. പുതിയ സിലബസ് വളരെ പ്രോമിസിംഗ് ആണ്. ഇന്ത്യയും ഇത്തരത്തിലുള്ള ഒരു റിഫോം മെഷേഴ്സ് ഇന്ത്യയിലും എഡ്യൂക്കേഷൻ രംഗത്ത് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇന്നലത്തെ സെൽ ഓഫ് സ്വാഭാവികം മാത്രമാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു. മെമ്മറി റിലേറ്റഡ് ചിപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.